ഓക്കെ, CPM-നെതിരെ വീണ്ടും സംസ്ഥാന നേതാവ് നാസർ ഫൈസി കൂടത്തായി. പെൺകുട്ടികളെ സംരക്ഷിക്കണമെന്ന ജാഗ്രതാ നിർദ്ദേശം നൽകാൻ ഒരുത്തൻ്റെയും തിട്ടൂരം ആവശ്യമില്ല. ഡിവൈഎഫ്ഐയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിയാണോ മതം പഠിപ്പിക്കേണ്ടതെന്നും നാസർ ഫൈസി കൂടത്തായി ചോദിച്ചു. അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ കാത്തുരക്ഷിക്കണമെന്ന് ജാഗ്രതാ നിർദ്ദേശം ഞങ്ങളുടെ മതവിശ്വാസികളോട് കൊടുക്കാൻ ഒരുത്തൻ്റെയും ഔദാര്യം ഞങ്ങൾക്ക് ആവശ്യമില്ല, ഒരുത്തൻ്റെ തിട്ടൂർ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ AKG സെന്ററിന് അനുമതി വാങ്ങിയിട്ട് വേണോ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ കുടുംബത്തെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് പറയാൻ? ഡിവൈഎഫ്ഐയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വേണോ മതവിശ്വാസികൾ അവരുടെ മതങ്ങളെ അവരുടെ മഹലുകളിൽ പഠിപ്പിക്കാൻ? അത്തരം ഒരവസ്ഥ ഉണ്ടാകുന്ന കാലഘട്ടം ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അരുൺ പാറക്കൽ ചേരുന്നുണ്ട്. അരുൺ, ഈ നാസർ ഫൈസി കൂടത്തായുടെ ആദ്യം പറഞ്ഞ പരാമർശം വലിയ വിമർശനങ്ങൾക്ക് ശരവ്യമായി. മാത്രമല്ല, സമസ്തയിൽ നിന്ന് കാര്യമായ ഒരു പ്രത്യക്ഷ പിന്തുണയൊന്നും കിട്ടിയില്ലെങ്കിലും കൂടത്തായി അതിൽ പിടിച്ചപിടിയാണ് അല്ലേ? അതുതന്നെയാണ് ഹാഷ്മി. കൂടത്തായി CPM-നെതിരെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഈ മിശ്രവിവാഹവുമായി ബന്ധപ്പെട്ട മുസ്ലിം യുവതികളെ SFIയും DYFIയും CPM-ഉം ഒക്കെ ഈ മിശ്രവിവാഹത്തിന് കൂട്ടുനിൽക്കുന്നു. മുസ്ലിം യുവതികളെ അവരുടെ സമുദായത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ടുവരാൻ ഇടതുപക്ഷ പാർട്ടികൾ കൂട്ടുനിൽക്കുന്നു എന്നൊരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും സംസ്ഥാന നേതാവ് നാസർ ഫൈസി കൂടത്തായി ഉള്ളത്. നേരത്തെ മുഖ്യമന്ത്രിയൊക്കെ ഇതിനെ വിമർശിച്ചുകൊണ്ട് നാസർ ഫൈസി കൂടത്തായിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. എന്നാൽ അതേ നിലപാടിൽ തന്നെ സമസ്തയും മുസ്ലിം സംഘടനകളും ഉറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നാസർ ഫൈസി കൂടത്തായിയുടെ ഈ ഒരു പ്രസംഗത്തോടു കൂടി നമുക്ക് മനസ്സിലാവുന്നത്. ഇന്നലെ യൂത്ത് ലീഗ് നടത്തുന്ന മാർച്ചിന്റെ സമാപന വേളയിലാണ് പരപ്പനങ്ങാടിയിൽ വെച്ച് നാസർ ഫൈസി കൂടത്തായി ഇത്തരത്തിലുള്ള പ്രസ്താവന CPM-നെതിരെ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. AKG സെന്ററിൽ നിന്ന് അനുമതി വാങ്ങിയല്ല തങ്ങളുടെ മഹല്ലുകളിൽ മതം പഠിപ്പിക്കുന്നത് എന്നതായിരുന്നു നാസർ ഫൈസി കൂടത്തായി പ്രധാനമായും ഉന്നയിച്ച ഒരു കാര്യം. മാത്രമല്ല, ഇതിന് ആരുടെയും തിട്ടൂരം ആവശ്യമില്ല. മുസ്ലിം ജനതയെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് CPM-ഉം DYFIയും SFIയും ഒക്കെ മുസ്ലിം യുവതിയെ വഴിപിഴപ്പിക്കുന്നു എന്നൊരു ആക്ഷേപം, ഒരു ആശങ്ക നാസർ ഫൈസി കൂടത്തായി ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ കൃത്യമായ ജാഗ്രത പാലിക്കണം രക്ഷിതാക്കൾ. ഈ കാര്യങ്ങളിൽ കുട്ടികൾ വഴിപിഴച്ചു പോകുന്നു എന്ന കാര്യത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണെന്നും നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശമാണ് ഇപ്പോൾ നാസർ ഫൈസി കൂടത്തായി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള രീതിയിൽ തന്നെയാണ് ഈ സമസ്ത പോലുള്ള സംഘടനകൾ ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ്. ഈ മിശ്രവിവാഹവുമായി ബന്ധപ്പെട്ട മുസ്ലിം യുവതികളെ മുസ്ലിം സമുദായത്തിൽ നിന്ന് അടർത്തി മാറ്റുന്നു എന്നുള്ളതാണ് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു വെക്കുന്നത്. ആശങ്കയുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ നാസർ ഫൈസി കൂടത്തായി. ഹാഷ്മി, നാസർ ഫൈസി കൂടത്തായിക്ക് ആശങ്ക പറയാനും അത് എന്തും പറയാൻ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് അവകാശമുള്ളതാണ്. പക്ഷേ അല്ലെങ്കിൽ തന്നെ കലുഷമായ, അല്ലെങ്കിൽ തന്നെ വല്ലാത്ത രീതിയിൽ ഒക്കെ നിൽക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലേക്ക് അത്തരം ചർച്ചകൾ തൊടുത്തുവിടുന്നതുകൊണ്ട് എന്ത് ഗുണം എന്ന് ബന്ധപ്പെട്ടവർ ആലോചിക്കട്ടെ എന്നേ അക്കാര്യത്തിൽ പറയാനുള്ളൂ.